നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ് ഒരു പൈൽ റീഡിംഗ് ആണ്. ഇതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടനെ വന്നു ചേരാനായിട്ട് പോകുന്ന ശുഭകാര്യങ്ങൾ, ഉടനെ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന നല്ല കാര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിനായിട്ടിവിടെ 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഇനി നിങ്ങൾക്കുള്ള റീഡിംഗ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തിലേക്ക് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു പുതിയ അധ്യായം കടന്നു വരാൻ പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ബന്ധങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി നിങ്ങളുടെ സൗഹൃദങ്ങളും കുടുംബ ബന്ധങ്ങളുമൊക്കെ കൂടുതൽ ശക്തമാവുകയും അവിടെ പരസ്പര ധാരണ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് കൂടുതൽ സ്നേഹവും പരിഗണനയുമൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് ഈ ഒരു സമയം സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ ഇവിടെ നിങ്ങളിലേക്ക് പുതിയ ഒരു സ്നേഹബന്ധം കടന്നു വരുന്നുണ്ട്. നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് കഴിയുന്ന ഒരു വ്യക്തി പലരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അതൊരു പക്ഷേ ഒരു സൗഹൃദത്തിൻ്റെ രൂപത്തിലോ ഒരു പ്രണയത്തിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു പങ്കാളിയുടെ രൂപത്തിലോ ഒക്കെ ആയിരിക്കാം. എന്തായാലും അവരിലൂടെ മാനസികമായിട്ട് വലിയൊരു സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ പഴയകാല ജീവിതത്തിൽ നിങ്ങൾക്ക് സംഭവിച്ച സങ്കടങ്ങളൊക്കെ ഇപ്പോഴും ഒരു ഭാരം പോലെ നിങ്ങളിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു വിഷമം നിങ്ങളെ മാനസികമായിട്ട് വേട്ടയാടുന്നുണ്ടെങ്കിൽ അത്തരം ഭാരങ്ങളൊക്കെ നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോവുകയും പുതിയൊരു എനർജി നിങ്ങളിൽ കൈവരികയും ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളെന്ന വ്യക്തി ശുദ്ധമായ മനസ്സിന് ഉടമയാണ്. മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരെ മനസ്സിലാക്കാനുമൊക്കെ നിങ്ങൾക്ക് പ്രത്യേക കഴിവുണ്ട്. ഏതൊരു കാര്യത്തെയും വളരെ ഗൗരവത്തോടെ തന്നെ സമീപിക്കുന്ന സ്വഭാവക്കാരാണ് നിങ്ങൾ. അതുപോലെ തന്നെ ആത്മാർത്ഥമായ ബന്ധങ്ങൾക്കാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കാറുള്ളത്. നിങ്ങൾക്ക് ചുറ്റുമുള്ള അന്തരീക്ഷം എപ്പോഴും സമാധാനപരമായിട്ട് സൂക്ഷിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കാറുണ്ട്. അതായത് എത്ര പ്രകോപനമുണ്ടാക്കുന്ന കാര്യങ്ങളായാൽ പോലും അവിടെ നിങ്ങളുടെ ദേഷ്യത്തെ നിയന്ത്രിച്ച് ശാന്തമായിട്ട് കാര്യങ്ങളെ സംസാരിച്ച് തീർക്കാനായിട്ടാണ് നിങ്ങൾ താല്പര്യം കാണിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ സാന്നിധ്യം ചുറ്റുമുള്ളവരിലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കാറുണ്ട്. അതുപോലെ സന്തോഷകരമായിട്ടുള്ള ഒത്തുചേരലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ വിവാഹം, ജനനം അല്ലെങ്കിൽ മറ്റ് കുടുംബപരമായിട്ടുള്ള ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാനും അവിടെ സന്തോഷം പങ്കിടാനുമൊക്കെ നിങ്ങൾക്ക് അവസരം ഉണ്ടാവുന്നുണ്ട്. ഇവിടെ ദൈവികമായ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഒരു സംരക്ഷണം നിങ്ങൾക്ക് ചുറ്റുമുണ്ടെന്ന് അനുഭവപ്പെടുന്ന പല സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. അതിലൂടെ പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ ഈശ്വരനിലുള്ള നിങ്ങളുടെ ആ ഒരു വിശ്വാസം വർദ്ധിക്കുന്നതാണ്. കൂടാതെ നിങ്ങളിലെ സൃഷ്ടിപരമായിട്ടുള്ള കഴിവുകളൊക്കെ പുറത്തെടുക്കാനായിട്ട് പറ്റിയ ഒരു സമയമാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ളതെന്നും കാണുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ വളരെ കാലമായിട്ട് പരിശ്രമിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ അത്തരം ആഗ്രഹങ്ങളൊക്കെ ഫലം കാണാനായിട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഏതൊരു ബുദ്ധിമുട്ടുള്ള പ്രശ്നത്തെയും ബുദ്ധിപൂർവ്വം നേരിടാനായിട്ട് ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ്. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. ഇനി രണ്ടാമത്തെ ചിത്രം
തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തിൽ ഉടനെ സംഭവിക്കാനായിട്ട് പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുതിയൊരു തുടക്കം തന്നെയാണ്. അത് പുതിയൊരു ജോലിയോ ബിസിനസ്സോ അല്ലെങ്കിൽ പുതിയൊരു ജീവിത ശൈലിയോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിന് പുതിയൊരു തുടക്കം ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. കൂടാതെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് വലിയൊരു അവസരം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ കഴിവ് തെളിയിക്കാനായിട്ട് പറ്റിയ, മറ്റുള്ളവരിൽ നിന്നും അംഗീകാരവും പ്രശംസയുമൊക്കെ കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു അവസരമായിരിക്കും. ഇവിടെ ഇതുവരെ നിങ്ങളിൽ ഉണ്ടായിരുന്ന മടിയും ആശയക്കുഴപ്പങ്ങളുമൊക്കെ നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും മാറുന്നതാണ്. ഏത് കാര്യത്തിലായാലും അവിടെ എന്ത് ചെയ്യണമെന്ന കൃത്യമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയെ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള എല്ലാ പ്രതിസന്ധികളെയും നിങ്ങൾക്ക് ശക്തമായിട്ട് തന്നെ നേരിടാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ശത്രുക്കളുടെ നീക്കങ്ങളോ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദമോ ഒക്കെ നിങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ അതിജീവിച്ച് നിങ്ങൾക്ക് വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ ഇവിടെ പെട്ടെന്നുള്ള യാത്രകൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ ഒക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പലർക്കും പെട്ടെന്നൊരു യാത്ര ചെയ്യേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളെന്ന വ്യക്തി ഒന്നിനെയും ഭയപ്പെടാത്ത, എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാമെന്ന ചിന്താഗതി ഉള്ള ആളുകളാണ്. അതായത് ധൈര്യവും ആത്മവിശ്വാസവും നിങ്ങളിൽ വളരെ കൂടുതലായിട്ട് ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ മറ്റുള്ളവരുടെ പിന്നാലെ നടക്കാതെ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അതുപോലെ ചെയ്യാതെ സ്വന്തം വഴി സ്വന്തമായിട്ട് തിരഞ്ഞെടുക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. ഇവിടെ ബന്ധങ്ങളിലായാലും സൗഹൃദങ്ങളിലായാലുമൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ആളുകളാണ് നിങ്ങൾ. ഇപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ ജീവന് തുല്യം സ്നേഹിക്കാനും അവർക്ക് വേണ്ടി എന്ത് കാര്യവും ചെയ്യാനുമൊക്കെ നിങ്ങൾക്ക് ഒരു മടിയുമില്ല എന്നുള്ളതാണ്. കൂടാതെ ഇവിടെ മനസ്സിലൊന്ന് വെച്ച് പുറമേ മറ്റൊന്ന് സംസാരിക്കുന്ന സ്വഭാവമല്ല നിങ്ങൾക്കുള്ളത്. എന്ത് കാര്യവും നേരിട്ട് സത്യസന്ധമായിട്ട് തുറന്നു പറയാനുള്ള ഒരു താല്പര്യവും ധൈര്യവുമൊക്കെ നിങ്ങൾ കാണിക്കാറുണ്ട്. ഇവിടെ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനുമൊക്കെ നല്ലൊരു ഉന്മേഷം ഉണ്ടാവുന്നുണ്ട്. ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്ത് വരുന്നുണ്ട്. ശാരീരികമായും മാനസികമായിട്ടും ഒരു ഉണർവും ഉന്മേഷവും ഒക്കെ നിങ്ങൾക്ക് കൈവരുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർക്കുള്ള റീഡിംഗ് ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.